2020 വേൾഡ് കപ്പും കഴിഞ്ഞ് 150, 200, 250, 300 സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റിംഗ് എല്ലാം കണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ ഇതേ പോണു പാകിസ്ഥാൻ. എവിടേക്കാണ് പോണത്? പാകിസ്ഥാൻ പോണു ബംഗ്ലാദേശ് ഇരിക്കും. 3 ഏകദിന മത്സരങ്ങളടങ്ങിയ ഒരു സീരീസ്. ഇന്നലെ ആയിരുന്നു ഫസ്റ്റ് മാച്ച്. അത് ഷെയറി ബംഗ്ല നാഷണൽ സ്റ്റേഡിയം, മിർപൂർ, ധാക്കയിൽ വെച്ചിട്ടാണ് കളി നടന്നത്. ഞാൻ എന്നാൽ ശരി, ഇന്ന് 2020 ഒക്കെ കഴിഞ്ഞാലേ ഒരു വൺ ഡേ ഇന്റർനാഷണൽ കാണാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതേ കളിക്കുന്നു പാകിസ്ഥാൻ ടെസ്റ്റ് മാച്ച്. 30.4 ഓവേഴ്സിൽ 114 റൺസ് ഓൾ ഔട്ട്. അങ്ങനെയുണ്ട്. പാകിസ്ഥാൻ തെറ്റിയിട്ടൊന്നും അറിയില്ല. ടെസ്റ്റേ കളിച്ച് പാകിസ്ഥാൻ ആകെ 3 പ്ലേയേഴ്സാണ് നന്നായി കളിച്ചത്. ഫൈം അഷ്റഫ് 37, പിന്നെ നാസ് സദാക്കത്ത് 18 റൺസ്, പിന്നെ സായിസ ഫർഹാൻ 27 റൺസ്. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ബംഗ്ലാദേശ് 2020 കളിക്കുന്നു. അവരൊരു 15.1 ഓവേഴ്സിൽ 115 റൺ. ഞാൻ ഞെട്ടിപ്പോയി. ഇനി 2020 മത്സരത്തിൽ കളിക്കാൻ പറ്റിയിട്ടുള്ള ഫ്രസ്ട്രേഷനാണോ ബംഗ്ലാദേശിനെന്ന് ചോദിച്ചാൽ അറിയില്ല. അവർ 2020 പോലെ കളിച്ചു. 15.1 ഓവേഴ്സിൽ ജയിച്ചു. അതിൽ സാഹിദ് ഹുസൈൻ 42 ബോളിൽ ഒരു 67 റൺസ് അടിച്ചു. ഒരു 7 ഫോഴ്സും 5 സിക്സസും. നിങ്ങൾ നോക്കൂ, 90s പാകിസ്ഥാൻ ടീം, 1996 വേൾഡ് കപ്പിലെ പാകിസ്ഥാൻ്റെ ടീം നോക്കുന്നത് സയ്യിദ് അൻവർ, അമീർ സൊഹൈൽ, ഇജാസ് അഹമ്മദ്, സലീം മാലിക്, ഇൻസുമാമുൽ ഹക്ക്, വഖാർ യൂനസ്, വസീം അക്രം, റഷീദ് ലത്തീഫ്, മോയിൻ ഖാൻ, ജാവേദ് മിയാൻദാദ്, അക്കീബ് ജാവേദ്, സക്ലൈൻ മുസ്താഖ്, ദെൻ അതാഉർ റഹ്മാൻ. എന്തൊരു ലെജൻസ് ഉള്ള ടീമായിരുന്നു പാകിസ്ഥാൻ. പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുക. അതായത് പാകിസ്ഥാൻ തോൽക്കുന്നതല്ല. നിങ്ങൾക്ക് ഇത് ബംഗ്ലാദേശിനെതിരെ പാകിസ്ഥാൻ്റെ ഇത്രയും നാണംകെട്ട തോൽവി ഉണ്ടാവില്ല. ഈ നാണംകെട്ട തോൽവി എന്ന് പറയുന്നത് 114 റൺസ് അടിച്ചുകൊണ്ടല്ല. 34.5 ഓവേഴ്സ് ലെഫ്റ്റ് ഒരു വൺ ഡേ ഇന്റർനാഷണൽ മാച്ചിൽ. ആ ബാബർ അസം നോക്കുന്നത്, അയാൾ ഒരു 2020 പ്ലെയറേ അല്ല. അയാളെ 2020 പ്ലെയർ കളിപ്പിക്കുന്നു. ഒരു നന്നായിട്ട് ടെസ്റ്റും വൺ ഡേയും കളിക്കും, എന്നാൽ അതിലെടുക്കൂല. പാകിസ്ഥാൻ്റെ അവസ്ഥ നോക്കുന്നത്. ഇനി പാകിസ്ഥാന് 2 മത്സരം കൂടിയുണ്ട്. അത് മാത്രമല്ല, ഇത് 10th ICC 10th റാങ്കിങ്ങിലുള്ള ബംഗ്ലാദേശാണ് 4th റാങ്കിങ്ങിലുള്ള പാകിസ്ഥാനെ തോൽപ്പിക്കുന്നത്. എങ്ങനെയുണ്ട്? ഇനി 2 മത്സരം കൂടിയുണ്ട്. ഒരു മത്സരം നാളെയാണ്, ലാസ്റ്റ് മത്സരം സൺഡേ ആണ് 15th. നാളത്തെ മത്സരം കഴിഞ്ഞിട്ട് കാണാം പാകിസ്ഥാൻ്റെ അവസ്ഥ എന്താവുന്നത്. ഓക്കെ.